Hi all. Today we are going to start the first module of computer programming and computational techniques. We will start with the basics of or introduction to C++. C++ is basically an object oriented programming language. So before we are going to have this object oriented programming language, we should know what is a language, then we should know what is a programming language, and then we should find out how it is object oriented. So language is a basic thing that we can communicate. Two persons can communicate using a language so that they can understand each other. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്തിട്ട് പ്രോഗ്രാംസ് വെച്ചിട്ട് നമ്മൾ ആ ലാംഗ്വേജ് എഴുതുകയാണ്. എന്തെങ്കിലും കുറച്ച് ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ മെത്തേഡ്സ് ഒക്കെ വെച്ച് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പം ആ പ്രോഗ്രാം ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് അത് അതർ പേഴ്സൺ മനസ്സിലാക്കുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിൽ ഓരോ പ്രോഗ്രാംസിനും ഓരോ ഒബ്ജക്റ്റ് പോലെയാണ്. ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻറ്റൈറ്റീസ് ആണ് വി കോൾ ഇറ്റ് ആസ് ഒബ്ജക്റ്റ്. സോ ദാറ്റ്സ് വൈ ദിസ് C++ is called an object oriented programming language. So C++ എന്ന് പറയുന്ന ഈ ഒരു ബേസിക് ലാംഗ്വേജ് is developed by Stratzap in 1979 at Bell Labs. സോ ഈ ബജാർനെ സ്ട്രാറ്റ്സപ്സ് എന്ന് പറഞ്ഞ ആളാണ് 1979 ബെൽ ലാബ്സിൽ ഈ C++ എന്ന് പറഞ്ഞ പ്രോഗ്രാം ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. സോ ബേസിക് ആയിട്ട് ഒരു സി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ദിസ് C++ ലാംഗ്വേജ്. സോ the C++ is an extension of C language, so hence there is added new and useful features from that of C. C-നെക്കാളും കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയും കുറച്ചും കൂടി കമ്പാറ്റബിലിറ്റി പ്രോപ്പർട്ടി അധികമുള്ളതുമാണ് ദിസ് C++. So this is standardized by the ANSI ISO in 1998. That is the basic standardization. ISO standardized ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് C++, and nowadays it is a language of its own, that is independent capability ഉള്ള ലാംഗ്വേജ് ആണ്. We know it as C++. So this is basically the introduction. We will move in detail to the next slide. C++ is a high-level programming language. So high-level means it can be only understood by humans. ഹ്യൂമൻസിന് മനസ്സിലാവും, നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഭാഷകൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എക്സെട്ര. സോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നതും സ്പീക്ക് ചെയ്യുന്നതും. സോ ദാറ്റ് ഈസ് എ ഹൈ ലെവൽ ലാംഗ്വേജ്. അതുപോലെ തന്നെ C++ is high level programming language. It can be compiled into a machine code and also executed on a computer. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ യൂസേഴ്സിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്, നമ്മുടെ രീതിയിൽ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതുപോലെ തന്നെ അത് കമ്പൈൽ ചെയ്യുമ്പോൾ ഇറ്റ് കൺവേർട്ട്സ് ഇൻടു മെഷീൻ കോഡ്. മെഷീൻ കോഡ് ഇസ് എ കോഡ് ദാറ്റ് ഇസ് ഓൺലി അണ്ടർസ്റ്റുഡ് ബൈ ദ മെഷീൻ ഓർ ബൈ ദ കമ്പ്യൂട്ടർ. സോ മെഷീൻ കോഡ് can comprises of ASCII code, then സ്യൂഡോ കോഡ്, ദെൻ ബൈനറി കോഡ്. അപ്പം സീറോസ് ആൻഡ് വൺസ്, ബിറ്റ്സ്, ബൈനറി കോഡ്സ് അതൊക്കെ മെഷീൻ കോഡിൽ വരും. യൂസേഴ്സിന് മനസ്സിലാവാൻ പറ്റാത്തതും മെഷീന് മാത്രം കമ്പയർ ചെയ്തിട്ട് മനസ്സിലാവുന്ന കോഡുമാണ് മെഷീൻ കോഡ്. സോ നമ്മളൊരു C++ പ്രോഗ്രാം, ഹൈ ലെവൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് കമ്പയൽ ചെയ്തിട്ട് മെഷീൻ കോഡിലേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ കമ്പൈലേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് എറേഴ്സ്. ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം എറർ ഉണ്ട് എന്ന് പറഞ്ഞു തരുന്നത് നമ്മൾ കമ്പൈലേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ്. സോ ആഫ്റ്റർ ദ കമ്പൈലേഷൻ പ്രോസസ് വി റൺ ദിസ് പ്രോഗ്രാം, ദാറ്റ് ഇസ് എ എക്സിക്യൂഷൻ. സോ അതാണ് ബേസിക് സ്റ്റെപ്സ്. അതാണ് വെൻ വി റൈറ്റ് എ പ്രോഗ്രാം, then we compile the program, we get the errors, we clear the errors, and we execute the program in the computer. The next point you can see, the programming languages are formal and lack the richness of human languages. സോ കുറച്ചും കൂടി ഫോർമലാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ട് വായിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ബട്ട് അത് ട്രൈ ചെയ്ത് അത് പ്രോഗ്രാമിംഗ് ചെയ്ത് മനസ്സിലാക്കി വരുമ്പോഴേ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഇസ് ബീങ് ഫോർമൽ ആൻഡ് നോട്ട് ഫോർമൽ. സോ ചില പ്രോഗ്രാംസ് ഒക്കെ കുറച്ച് സിൻടാക്റ്റിക്കലി കറക്റ്റ് ആയിരിക്കാം, ബട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ അതിൽ എറേഴ്സ് വരാം. സോ അത് കമ്പൈൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസിലാണ് ദ കമ്പൈലർ വിൽ നോട്ട് ഫിഗർ ഇറ്റ് ഔട്ട്. അതായത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടാവും, ബട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് അത് കമ്പൈൽ ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ടാണ് ദ കമ്പൈലേഷൻ എറർ. ദാറ്റ് ഈസ് when we read it is nearly syntactically correct, but actually it is not correct. So hence the statement, the compiler will not figure it out.
The C++ program is basically written in English-like language, and also they are very formal. So when we are writing the C++ language, we should check that we are using the correct syntax, and also the error should be, it should be precise and unambiguous. So ഒരു പ്രോഗ്രാം നമ്മളിങ്ങനെ കഥ പോലെ എഴുതിയിട്ട് കാര്യമില്ല. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ രീതിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ് പ്രോഗ്രാം എഴുതേണ്ടത്. പ്രോഗ്രാംസ് എഴുതാൻ നമുക്ക് കുറച്ച് കീവേഡ്സും ഐഡൻറ്റിഫയേഴ്സും കുറേ ക്യാരക്ടേഴ്സും കോൺസ്റ്റൻസും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നെക്സ്റ്റ് സെക്ഷൻസിൽ, അപ്കമിങ് സെക്ഷൻസിൽ യു വിൽ സ്റ്റഡി. So provided when we are writing a program, it should be small program, and it should be precise and unambiguous. Unambiguous എന്ന് ഉദ്ദേശിക്കുന്നത് when we are writing the program അതിൽ കുറേ എറർ ഉണ്ടെങ്കിൽ, കുറേ വലിയ പ്രോഗ്രാമിന് എപ്പോഴും വലിയ പ്രോഗ്രാമിന് കുറേ എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ പ്രോഗ്രാമിന് കുറച്ച് എറർ, അങ്ങനെയല്ല, ചെറിയ പ്രോഗ്രാമിന് വലിയ കുറേ എറേഴ്സ് വരാനും സാധ്യതയുണ്ട് ഒന്നും അറിയില്ലെങ്കിൽ. ബട്ട് എപ്പോഴും നമ്മൾ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെറിയ പീസ് ഓഫ് കോഡ് വേണം ഫോളോ ചെയ്യാൻ. സോ ഹെൻസ് അപ്പോൾ അത് യൂസർ വായിക്കുമ്പം അത്രയും ചെറുതായുള്ള രീതിയിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. So that's why the two statements are given here. They must be written using correct syntax, and they must be precise and unambiguous. So a program is a sequence of instruction. So program എന്ന് പറയുന്ന ഓരോ കമാൻഡ്സ് ആണ്. ഈ കാര്യം ചെയ്യ്, ആദ്യം യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യൂ, ദെൻ അത് സം ചെയ്യൂ, ദെൻ ദ റിസൾട്ട് ഇസ് ഗിവൺ ടു ദ യൂസർ. So അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ബൈ ഇൻസ്ട്രക്ഷൻ വി ആർ പ്രൊവൈഡിങ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ, and that order of sequence of instruction is called a program. So for a program to happen, it must follow the step that is each instruction must be correctly specified for the program to function as desired. So നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് ആ പ്രോഗ്രാമിൽ അത് മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണോ കമ്പ്യൂട്ടർ മനസ്സിലായതെന്ന്. And you have the next slide. It goes with the features of C++ language. So from the previous slides, we have come across that C++ is a high-level language. So high-level middle-level language in the ഇടയിൽ വരുന്ന ഒരു language ആണ്. So here you can see C++ is thought of as a middle-level language because it combines the elements of high-level language with features of assembly language. So assembly language എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന വേറൊരു തരത്തിലുള്ള ലാംഗ്വേജ് ആണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജും ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജും കമ്പൈൻ ചെയ്തൊരു രീതിയാണ് വി ഫോളോ ആസ് എ ഫീച്ചർ ഓഫ് ദ C++ ലാംഗ്വേജ്. സോ ഹെൻസ് C++ is thought of as a middle level language. You can see the second point that it has a control over the data structures and it's found in modern high level language. സോ കൺട്രോളും നമ്മൾ എന്ത് പ്രോഗ്രാം കൊടുക്കുമ്പോഴും നമ്മൾ അതിനെ കൺട്രോൾ കൊടുക്കുകയാണ്. രണ്ട് ഇൻപുട്ട്സ് എടുത്തിട്ട് രണ്ട് സമ്മ് ചെയ്യുമെന്ന് പറയുമ്പം ആ ഇൻപുട്ട് റീഡ് ചെയ്യാനുള്ള കൺട്രോൾ വി ആർ ഗിവിങ് ടു ദ പ്രോഗ്രാം. അതുപോലെ തന്നെ ആ ഇൻപുട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ സ്ട്രക്ചർ ഇസ് ബേസിക്കലി ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. എന്തെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, ഹീപ്പ്, ക്യൂ, സ്റ്റാക്ക്, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. സോ നമ്മളൊരു ഇൻപുട്ട് എടുക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്ട്രക്ചറാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. സോ ഇറ്റ് ഹാസ് ദ കൺട്രോൾ ആൻഡ് ഓൾസോ യു ക്യാൻ ഫെമിലറൈസ് വിത്ത് ദ ഡാറ്റ സ്ട്രക്ചർ വിച്ച് ഈസ് യൂസ് ഫോർ ദ modern high level language. Then the third bulletin, you can see it supports the feature of structural programming and also the object oriented programming. Hence it is also called as hybrid language. ഞാൻ ആദ്യമേ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൂടിയാണ്, അതായത് ഒബ്ജക്റ്റ് ബേസ്ഡ് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓരോ എൻറ്റൈറ്റീസ് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓരോ കോളിങ്ങും ഓരോ ഫംഗ്ഷൻ കോളിംഗ് എല്ലാം വി ആർ ഫോക്കസിങ് വിത്ത് ഒബ്ജക്ട്സ്. ആൻഡ് ഓൾസോ ഇറ്റ് സപ്പോർട്ട്സ് ദ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രക്ചറൽ പ്രോഗ്രാമിംഗ്. വി ആർ യൂസിങ് സ്ട്രക്ചേഴ്സ്. അതുപോലെ തന്നെ ഓരോ മോഡ്യൂൾസ് ഒക്കെ ആയിട്ടാണ് പ്രോഗ്രാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ചും കൂടി കോഡ് റീയൂസബിലിറ്റിയും കുറച്ചും കൂടി കപ്പാസിറ്റീവായിട്ട് തരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് we call it as a hybrid language. അതുപോലെ തന്നെ നമുക്ക് C++ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ടൈപ്പിൽ നമുക്കതിനെ കൊണ്ടുപോകും. ഇപ്പം ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാം ചെയ്ത് അത് വേറെ സിസ്റ്റത്തിലേക്ക് എടുത്ത് റൺ ചെയ്യുമ്പം അത് കമ്പാറ്റബിൾ ആണ്. സോ ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ എ പോർട്ടബിൾ ലാംഗ്വേജ് വിച്ച് വി ക്യാൻ ക്യാരി ദിസ് പ്രോഗ്രാം ഇൻ എനി കമ്പ്യൂട്ടർ ആൻഡ് വി ക്യാൻ എക്സിക്യൂട്ട് ഇൻ എനി കമ്പ്യൂട്ടർ.
അപ്പോൾ അവിടെ പോർട്ടബിലിറ്റി ആണ് the main feature of the C++ language. And also because it have portability and also efficiency, it is accepted as a general purpose programming language. അതുകൊണ്ട് മാത്രമാണ് we accept C++ as a general purpose programming language. കാരണം it is portable and it is also highly efficient. So ഏതൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിനും ബേസിക് ആയിട്ട് അറിയേണ്ടത് C++ ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് വെച്ച് വേറെ ഏത് ലാംഗ്വേജും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. And also you should study all the commands and all the things that is happening in the C++ language. So that's all in this session. Thank you.